കഴിഞ്ഞ ദിവസം ക്ലിനിക്ക് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻ്റ്. മുഖത്ത് നല്ല നീരുണ്ട്. പിറകിലുള്ള രണ്ടാമത്തെ പല്ലിന് അത്യാവശ്യം നല്ല കേടുണ്ട്. നല്ല കേടെന്ന് തന്നെ പല്ലുണ്ടെന്ന് പറയാൻ കഴിയില്ല. വാ തുറക്കാൻ തീരെ വയ്യ. നീര് ഏകദേശം ഈ സൈസ് ഉണ്ട്. നല്ല റെഡ്നെസ് ഉണ്ട്. മുഖം നന്നായിട്ട് ചുവന്നിരിക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്. രാത്രി പനിച്ചതായിട്ട് പറയുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല 2 ദിവസമായിട്ട്. എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് വന്നത്. എന്താണ് ഈ കണ്ടീഷൻ നിങ്ങൾക്കറിയോ? നിങ്ങളുടെ പല്ലിലെ ചെറിയ കേട് നിങ്ങൾ അവഗണിച്ചു. ഭക്ഷണം കുടുങ്ങി അത് വലുതായി, അത് പൊട്ടി, നിങ്ങൾ അവഗണിച്ചു, വേദന വന്നു, നിങ്ങൾ എവിടുന്നൊക്കെയോ മരുന്ന് സംഘടിപ്പിച്ച് കഴിച്ചു, വേദന മാറ്റി, വേദന വരുമ്പോൾ ഉപ്പുവെള്ളത്തിൽ കുറേയൊക്കെ ചെയ്തു, കുറച്ച് ഗ്രാമ്പ് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസം കൊണ്ടുപോയി. അങ്ങനെ ഈ ഇൻഫെക്ഷൻ ഇരുന്ന് എല്ലിനകത്തിരുന്ന് പഴുത്ത് വലുതായി ഉള്ള കണ്ടീഷനാണ്. അങ്ങനെ നിങ്ങൾക്ക് നീര് വന്നു. നീര് പുറത്തേക്ക് നല്ല രീതിയിൽ വരുമ്പോൾ എന്തായി? പല്ലിൻ്റെ ഉള്ളിൽ നിന്നുള്ള വേദന മാറി. പിന്നെ ഈ ഒരു ഏരിയ മുഴുവൻ ഒരു വേദനയാണ്. നീര് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന പേഷ്യൻ്റ് എന്തൊക്കെ ചെയ്തു എന്നറിയോ? അയോഡെക്സ് ബാം എടുത്ത് തേച്ചു. വേദന എങ്ങനെയെങ്കിലും കുറയട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണേ. നന്നായിട്ട് ചൂട് പിടിച്ചു. കാരണം നീര് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ ജോയിൻറ്റിലൊക്കെ നീര് വരുമ്പോൾ നമ്മൾ വേഗം ചൂട് പിടിക്കും, ബാമ് പുരട്ടും. ഇതൊന്നും നിങ്ങൾ പല്ലിൻ്റെ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന നീരുള്ളടുത്ത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാം, ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കവിൾക്കൊള്ളാം. ഇതൊരു ഡെൻ്റൽ എമർജൻസിയാണ്. നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ വച്ച് നേരം വൈകാതെ അതിന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വരിക. ചില സമയങ്ങളിൽ നമ്മൾ ആ പഴുപ്പ് അക്യുമുലേറ്റ് ചെയ്തിട്ടില്ല, കെട്ടിക്കിടക്കുന്ന ഭാഗത്ത് കീറി പഴുപ്പ് പുറത്ത് കളയേണ്ടതായിട്ട് വരും. ആ സമയം നിങ്ങൾ അതിനെ ചൂട് വയ്ക്കുകയും ബാമ് പുരട്ടുകയൊക്കെ ചെയ്താൽ ആ പഴുപ്പ് അവിടെ കല്ലിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ആ പഴുപ്പ് ഡ്രെയിൻ ചെയ്തെടുക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വിധത്തിൽ ചെയ്യാതിരിക്കുക. ആ പഴുപ്പ് അവിടെ ഇരുന്ന് കല്ലിക്കുകയും അത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാനുള്ള ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് വല്ല പ്രമേഹമുള്ളവരാണെങ്കിലോ, നിങ്ങളൊരു ഹാർട്ട് ഡിസീസ് ഉള്ളവരാണെങ്കിലോ, നിങ്ങൾക്ക് BP കൂടുതലുള്ളവരാണെങ്കിലോ നിങ്ങളുടെ കണ്ടീഷൻ വേസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പല്ല് വേദന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ കെയർ ചെയ്തില്ല, അതുവരെ നിങ്ങൾ നിങ്ങളുടെ പല്ലിനെ ശ്രദ്ധിച്ചില്ല. പല്ല് വേദന തുടങ്ങിയാലെങ്കിലും പൊടിക്കൈകളിൽ കിടന്ന് കളിക്കാതെ ഒന്ന് ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യൂ. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യും. വലിയ എമർജൻസികളിലേക്ക് നിങ്ങൾ പോകാതിരിക്കും.